ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡിൽ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ പ്രോബാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് നോർമൽ പ്രോബാണ്. ഇതൊരു സിംഗിൾ ക്രിസ്റ്റൽ പ്രോബും കൂടിയാണ്. ഇത് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും അതേപോലെ റിസീവ് ചെയ്യാനും കൂടി ഒറ്റ ക്രിസ്റ്റൽ ഇതിലുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സിംഗിൾ ക്രിസ്റ്റൽ പ്രോബാണത്. ഇതിൻ്റെ മേലെ നമുക്ക് അതിൻ്റെ മെഗാഹെർട്സ് ചെയ്തിട്ടുണ്ട്. 4 മെഗാഹെർട്സ് ആണ്. അതേപോലെ സൈസ് 10 ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോബ് നമുക്കിത് ഡ്യുവൽ ക്രിസ്റ്റലാണ്. 2 കേബിൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ 2 ക്രിസ്റ്റലുണ്ട്. ഒരു ക്രിസ്റ്റൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ടിനെ റിസീവ് ചെയ്യാൻ വേറൊരു ക്രിസ്റ്റലും കൂടി ഉണ്ടാവും ഇതിൽ. ദെൻ ഇത് ആംഗിൾ പ്രോബാണ്. ഇതിൽ നിന്ന് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെർട്ടൻ ആംഗിളിലാണ്. അതായത് ഇതിൽ നിന്ന് പോകുന്ന സൗണ്ട് മെറ്റീരിയൽ കൂടെ എൻ്റർ ചെയ്യുന്നത് സെർട്ടൻ ആംഗിളിലായിരിക്കും. അത് 45 ഡിഗ്രി ആവാം, 60 ആവാം, 70 ആവാം. അത് എത്രയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മേൽഭാഗത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് 45 ഡിഗ്രിയുടെ ആണ്. അതേപോലെ 4 മെഗാഹെർട്സ് ആണ്. അത് രണ്ടും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആംഗിൾ പ്രോബിൻ്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. 1670 ഒക്കെയാണ്. ഇത് V2 ബ്ലോക്കാണ്. ഇതാണ് നമ്മുടെ V1 ബ്ലോക്ക്. ഈ സൈസ് എന്ന് പറഞ്ഞാൽ 100 mm ആണ്. 85 mm, 91 mm അങ്ങനെ 3 ഡയമെൻഷൻസ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പേഴ്സ്പെക്സിൻ്റെ ഒരു ഏരിയ കാണാൻ പറ്റും. കുറച്ച് വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ് V1 ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 mm ആണ് വരുന്നത്. ദെൻ ഇതാണ് V2 ബ്ലോക്ക്. V2 ബ്ലോക്കിൻ്റെ കർവേച്ചർ എന്ന് പറയുന്നത് 50 mm. ചെറിയ കർവേച്ചർ എന്ന് പറഞ്ഞാൽ 25 mm ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.